ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അച്ഛനും അമ്മേനെ എന്തായാലും ഒരുമിച്ച് കിട്ടത്തില്ല. കാരണം അച്ഛൻ രാവിലെ എണീച്ച് കടയിൽ പോവും, പച്ചക്കറി ഫ്രൂട്ട്സ് കട അറിയാമല്ലോ, അത് അച്ഛൻ അങ്ങനെ രാവിലെ കടയിൽ പോവും. വൈകിട്ടാകുമ്പോഴത്തേക്ക് അമ്മ തട്ടുകടയിൽ പോവും, അമ്മയും ചേട്ടനും കൂടി തട്ടുകടയിൽ പോവും. അപ്പം വൈകിട്ട് അമ്മ പോകുമ്പോഴത്തേക്കും അച്ഛൻ രാത്രി ആകുമ്പോഴത്തേക്ക് വരും. അമ്മയൊക്കെ പിന്നെ വെളുപ്പിനാണ് വരുന്നത്. അപ്പോൾ രണ്ടുപേരെയും കൂടെ ഒത്തു കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ കടയിൽ പോകണം. അപ്പോൾ ഏട്ടത്തി ഇന്ന് വീട്ടിലില്ലാത്തതുകൊണ്ട് കടയിൽ പോയുള്ള സെലിബ്രേഷൻ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ കടയിൽ കുറച്ച് തിരക്കാണ്. തട്ടുകടയൊക്കെ ആകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അവിടെ വെച്ചുള്ള സെലിബ്രേഷൻസ് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ അച്ഛന് നേരത്തെ ഗിഫ്റ്റുകൾ കൊടുത്തായിരുന്നു. ഇനിയിപ്പം അമ്മയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ ടു വീഡിയോ. അച്ഛനോട് കൊടു. ഹാപ്പി വെഡിങ് നില്ല ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയണം. അച്ഛൻ്റെ കയ്യിലെടുത്തോട് ഗിഫ്റ്റ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സങ്കടപ്പെടും. അച്ഛൻ സങ്കടപ്പെട്ടത് കരയൂ. പയ്യ പയ്യ ഋഷി പയ്യ അച്ചാച്ചൻ തുറന്നോളൂ. തുറന്നോക്ക് തുറന്നോക്ക്. എന്നാലും ഇതിങ്ങനെ തുറക്കും. നമ്മള് മൂന്നേരം ഗിഫ്റ്റ് ആണ്. ഇപ്പൊ വീഡിയോ എടുക്കണ്ടോ? തുറന്നു നോക്കച്ച. നമ്മളെ മൂന്നേരം ഗിഫ്റ്റ് ആണ്. നമ്മളത് മൂന്നേരം ഗിഫ്റ്റ് ആണ്. എടുക്കല്ലേ അമ്മക്ക് ഇതേപോലെ കൊടുക്കാനാണ്. നല്ല മെറ്റീരിയൽ. ഇപ്പൊ എടുക്കണ്ട. വെഡിങ് ആനിവേഴ്സറി എന്തായാലും കൊള്ളാല്ലേ. അതാണ് ഈ മൂന്ന് പിള്ളേര് ഒന്നിനെ സമ്മതിക്കില്ലല്ലോ. എന്റെ പ്രത്യേകത പറയൂ, എന്താണ് പ്രത്യേകത? പ്രത്യേകത കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷം. ആ മൈക്കത്തി മാറ്റിയാണ് ഞാൻ ഇരിക്കട്ടെ. ഇതാ ഗിഫ്റ്റുകൾ. ഫസ്റ്റ് ഗിഫ്റ്റ് മൈക്ക് വെക്കട്ടെ. ഇത് ആര് തന്നാ? തുറന്നാണ്. ഇത് അശ്വ ചേച്ചിയുടെയും ഷിനോണ്ണന്റെയും ഗിഫ്റ്റ് ആണ് കേട്ടാ. അച്ഛന് ഷർട്ട് ഇത് കണ്ടായിരുന്നു. സെയിം ഷർട്ടും അമ്മയ്ക്ക് ഡ്രസ്. മൂത്ത് നോക്ക്, മാറിയില്ല. ചുരിദാറാ പാന്റും അല്ല തുണിയാ? 3 പീസ് ആണെന്ന് തോന്നുന്നു. ഹായ്, നല്ല രസമുണ്ട് കേട്ടോ ഇത്. എനിക്ക് ഈ കളറ് ഭയങ്കര, അമ്മയ്ക്കില്ലല്ലോ ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആ സെയിം കളർ തന്നെ ഷർട്ടും കിട്ടി. ഹായ്, നല്ല സെയിം കളർ ബോട്ടവും ആൻഡ് ഈ യോക്ക് പോർഷനിലെ സെയിം പാറ്റേൺ ഷോളും. കൊള്ളാം. വേണ്ട, ഇങ്ങനെ എനിക്കറിയാം.
നല്ല സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇത് അശ്വതി ചേച്ചിയുടെ ഒക്കെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇനി ഇത് അച്ഛന് സെയിം കളർ ഷർട്ടും. ഇനി നെക്സ്റ്റ് അമ്മയുടെ മോളുടെ രേവതിയുടെ ഗിഫ്റ്റ് ആണേ. ഇത് ടോപ്പ്, ചിക്കൻ കറി ടോപ്പും വൈറ്റ് കളർ പാൻറ്. പിന്നെ സെയിം കിട്ടാത്തതുകൊണ്ട് അച്ഛന് ഈ കളർ ഷർട്ട് എടുത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ട, എനിക്കറിഞ്ഞേ. ഓക്കെ, ഇനി വേറൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ എന്താ വരുന്നു. അതെന്തോന്ന്? മുട്ടായല്ല, ഒരു ഹാമ്പർ സെറ്റ് ആണ് കേട്ടോ. അയ്യോ, ഇതെന്തേരാണേ? മാറിയില്ലോ മക്കളെ. ഇതാണ് നമ്മുടെ ഹാമ്പർ സെറ്റ്. ഫ്രെയിമും ഡ്രസ്സും ചോക്ലേറ്റ്സും റോസാപ്പൂ ഒക്കെ വെച്ചിട്ടുള്ള ഹാമ്പർ സെറ്റ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ. നേരത്തെ എടുത്ത ഫോട്ടോസ് എല്ലാം ഇത് നമ്മളിപ്പോൾ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ അത് ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുട്ടി ഫ്രെയിം, ഡ്രസ്സ്, അമ്മയ്ക്ക് ഡ്രസ്സ്, അച്ഛന് ഡ്രസ്സ്, ചോക്ലേറ്റ്സ് എല്ലാം ഉള്ള നല്ല അടിപൊളി പ്രീമിയം ഹാമ്പറാണിത്. ഗിഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ബീഫ് കഴിച്ച്. ഇതൊക്കെ ഉള്ള ചെറിയ അല്ലാതെ പായസം അങ്ങനെയൊന്നും വെക്കുന്നില്ല അല്ലേ. കേക്ക് കട്ടിങ് ഒന്നുമില്ല, കാരണം അച്ഛനും അമ്മയും അടുത്തടുത്തില്ല, കടയിലായതുകൊണ്ട് കേക്ക് കട്ടിങ് ഒന്നുമില്ല. ആണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ബീഫ് കറി. നല്ല അടുപ്പിൽ വേവിച്ച നല്ല ടേസ്റ്റുള്ള ബീഫ് കറി. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.